നമസ്കാരം. ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർ നമ്മൾ ആരാധിക്കേണ്ട ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചാണ്. അപ്പം വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എന്താ? ജാതകവശാൽ അവിടെ ചിന്തിക്കാം, ബുധനെ കൊണ്ടാണ് ചിന്തിക്കുക. ബുധൻ്റെ സ്വക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഥുനൻ രാശിയും കന്നി രാശിയാണ്. അപ്പം മിഥുനൻ രാശിയും കന്നി രാശിയും അധിപതിയായി നിൽക്കുന്ന ബുധൻ വിദ്യാകാരകനാണ്. മരതകമാണ് രത്നമായിട്ട് പറയുന്നത്. ചെറുപ്പകാലത്തിൽ നമുക്ക് മരതകരത്നമൊക്കെ വിദ്യാ ഉന്നതിക്കായിട്ട് നമുക്ക് കുട്ടികൾക്ക് ധരിക്കാവുന്നതാണ്. പിന്നെ യന്ത്രങ്ങളായിട്ട് ധരിക്കുകയാണെങ്കിൽ ലിപി സരസ്വതി യന്ത്രം, വിദ്യാഗണപതി യന്ത്രം, വിദ്യാ സരസ്വതി യന്ത്രം, അതുപോലെ വിദ്യാരാജ്ഞി യന്ത്രം, വിദ്യാരാജഗോപാല യന്ത്രം, വിദ്യാവിജയ യന്ത്രം, അതുപോലെ ദക്ഷിണാമൂർത്തി യന്ത്രം, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ ചെറുപ്പകാലം തൊട്ടേ കുട്ടികളെ ധരിപ്പിക്കുന്ന നല്ലതാണ്. അതുപോലെ തന്നെ സാരസ്വത ഹൃദം നെയ്യ്, ബ്രഹ്മഹൃദം നെയ്യ്, അങ്ങനെയുള്ള അതിബൃഹത്തായിട്ടുള്ള നെയ്യുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ വാങ്ങി നല്ല ഒരു എന്താ പറയുക, കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ നല്ല അറിയാവുന്നൊരു ആചാര്യനെ കൊണ്ട് തയ്യാറാക്കി അതിന് വിദ്യാവിജയം ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 അല്ലെങ്കിൽ ഒട്ടും പറ്റിയില്ല ഒരു 1,008 രൂപയെങ്കിലും ജപിച്ച് വ്രതശുദ്ധിയോടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ നമുക്ക് നവരാത്രി വ്രതങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ പറ്റാവുന്ന ബുധനാഴ്ചകളിലൊക്കെ അവതാര വിഷ്ണു അല്ലെ കൃഷ്ണസ്വാമി അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നത്, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ കുഞ്ഞുങ്ങളുടെ നാളിന് ബുധന് ഒറ്റഗ്രഹശാന്തി പൂജ ചെയ്യുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനിയും നമുക്ക് ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അറിയാം അവരുടെ 9ാം ഭാവം 12ാം ഭാവം കൊണ്ട് നമുക്ക് ജോലി കിട്ടുന്ന ഭാവം, അതുപോലെ ഇവർ ഏത് മേഖലയിൽ പോയി രക്ഷപ്പെടുമെന്നൊക്കെ ബുധന് ഏതൊക്കെ ഗ്രഹങ്ങളോട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്നതിനുള്ള അനുസരിച്ചിരിക്കും. അപ്പം ലഗ്നാല് നമ്മൾ ചിന്തിക്കും 10ാം ഭാവം, ഉദാഹരണം മേടൻ രാശി, വൃശ്ചികൻ രാശി, കർക്കിടകൻ രാശിയൊക്കെ നമുക്ക് ചൊവ്വയുടെ അതിക്ഷേത്രങ്ങളൊക്കെയാണ്. അപ്പം 10ാം രാശിയിൽ അല്ലെ 10ാം ഭാവം കർമ്മഭാവത്ത് ആദിത്യനും ബുധനോട് നിന്ന് 100% അവർക്ക് സർക്കാർ ജോലിക്ക് യോഗമുണ്ട്. സർക്കാർ ജോലിക്ക് കർമ്മമേഖല സംബന്ധമായ സർക്കാർ ജോലിക്ക് യോഗമുണ്ട്. അത് ചൊവ്വ ക്ഷേത്രത്തിൽ കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരത്തിൽ ഇവർക്ക് സർക്കാർ ജോലി കിട്ടുമെന്ന് പറയാം. ഇനിയും ചൊവ്വയെ കൊണ്ട് തന്നെ ഇവർക്ക് സഹോദരഭാവം നമുക്ക് പറയാം, ഇവർക്കോ ഇവരുടെ സഹോദരനോ ജോലി കിട്ടുമെന്നുള്ള അവസ്ഥ നമുക്ക് പറയാനാകുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുപേർക്കും അത് ജാതകം വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ആർക്കാന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് 12ാം ഭാവം കൊണ്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് വിദേശത്ത് നമുക്ക് 12ാമത്തെ ബുധനൊക്കെ വരികയാണ്, വിദേശ സംബന്ധമായിട്ട് ജോലിക്കാണ് സാധ്യത കൂടുതൽ. ഒരു 12 ബുധൻ വരുന്ന അവസ്ഥയിൽ ബുധന് വേറെ ഏതെങ്കിലും നീചഗ്രഹങ്ങളുടെ ഒരു ദൃഷ്ടി അല്ലെ നീചഗ്രഹ ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ബുധനെ സംബന്ധിച്ചിടത്തോളം ആരുടെ കൂട്ടത്തിൽ ബുധൻ നിൽക്കുന്നു അവരുടെ ഗുണത്തെ ആ ബുധൻ കാണിക്കുക. അപ്പോൾ ശനിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ബുധനാണെങ്കിൽ നമുക്ക് ബുധന് മൗഢ്യതയാണ് വരുന്നത്, വിദ്യാ തടസ്സങ്ങളായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ സമയത്താണെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാൻ, യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട്, പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ മൈഗ്രെയിൻ അസുഖങ്ങൾ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത, രോഗങ്ങൾ ചെറുപ്പകാലത്ത് ഓപ്പറേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ഇനിയിപ്പം കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്ന ബുധനാണെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും, മടി ഉണ്ടാവുന്ന അവസ്ഥ വരും. അതുപോലെ കുരുട്ടുബുദ്ധി ഉണ്ടാവും, നല്ല ബുദ്ധി കാണത്തില്ല. അപ്പം അങ്ങനെ ഓരോ ഗ്രഹങ്ങൾ ആരുടെ കൂടെ ബുധൻ നിൽക്കുന്നു അവരുടെ ഗുണമാണ് ഈ ബുധൻ കാണിക്കുക. ബുധനാണ് വിദ്യയുടെ അറിവിൻ്റെ കാരകനായിട്ട്, സർക്കാർ ജോലിക്കാരനായിട്ടൊക്കെ ആദിത്യനെ കൊണ്ട് നമുക്ക് പറയാം. ആദിത്യൻ്റെ സ്വക്ഷേത്രം എന്ന് വെച്ചാൽ ചിങ്ങക്കൂറ അല്ലെ ചിങ്ങൻ രാശിയാണ്. ആദിത്യനാണെങ്കിൽ സ്വന്തം രാശി നിൽക്കുന്ന അവസ്ഥയിൽ വളരെ ഗുണകരമായിട്ടൊക്കെയാണ് പറയുക. അപ്പം അങ്ങനെ നമുക്ക് വിശദമായിട്ട് ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിൽ ഏത് മേഖലയിൽ പോയി രക്ഷപ്പെടും. ചിലർക്കാണെങ്കിൽ മെഡിക്കൽ ഫീൽഡായിരിക്കും ഗുണകരമായിട്ട് പറയുക, ചിലർക്ക് വിദേശ ജോലിയായിരിക്കും, ചിലർക്ക് ബാങ്കിങ് മേഖലയായിരിക്കും, ചിലർക്ക് അധ്യാപന വൃത്തിയായിരിക്കും, ചിലർക്കാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായിരിക്കും. അവരുടെ ഭൂതം ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആകാശഭൂതമുണ്ട്, ഭൂമിഭൂതമുണ്ട്. അപ്പം അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആകാശഭൂതത്തിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ അവർ ഈ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഗുണകരമായിരിക്കും. അവരുടെ ഭൂതം കൂടെ നമുക്ക് നോക്കണം, അവരുടെ ഭൂതം ഏതാണോ, ആകാശഭൂതം പൃഥ്വിഭൂതം ഏത് ഭൂതമാണെന്ന് നോക്കിയിട്ട് അവരുടെ ജാതകം വിശദമായിട്ട് പരിശോധിക്കണം. ഗ്രഹനില അംശവും ഭാവസ്ഥിതിയൊക്കെ വിശദമായിട്ട് ഗണിച്ചെടുത്ത് അവരുടെ സ്ഫുടങ്ങളൊക്കെ ഗണിച്ചിട്ട് വിദ്യാസ്ഫുടം, അതുപോലെ പ്രാണസ്ഫുടം, ദേഹസ്ഫുടം, സ്ഫുടങ്ങളൊക്കെ ധാരാളമുണ്ട്. സ്ഫുടങ്ങളൊക്കെ ഗണിച്ചെടുത്ത് കഴിയുമ്പോഴേ നമുക്ക് ഇവർ എന്ത് മേഖലയിൽ പോവാം, ഇവർക്ക് ആയുസ് എന്താണ്, അതുപോലെ ഇവർ എത്രാമത്തെ വയസ്സിൽ ഇവർക്ക് ജോലി കിട്ടും,
എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് കാക്ഷിക്കുന്നവരൊക്കെയാണ് കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും നല്ല നിലയിൽ പോകണമെന്ന് എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹനിലയിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇവർ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നവരാണ്, ആരാധിക്കേണ്ട ദേവതാ സങ്കല്പങ്ങളായിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണസ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വിദ്യാരാജോപാല മന്ത്രം ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശി പരശമേ. അപ്പം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കുന്നത്, സരസ്വതി മന്ത്രം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സുധർഭൗതമേ സദാ. സരസ്വതി മന്ത്രങ്ങൾ ജപിക്കുന്നത്. ദക്ഷിണാമൂർത്തി മന്ത്രമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. കൈലാസാദ്രീശ ഗോണേശ്വരേ സ്പാടികേ മണ്ഡവേ സന്മാനങ്കാര, അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി മന്ത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മന്ത്രത്തിൻ്റെയും കൂടെ ഒരു ഇത് കണക്കാക്കി ഞാൻ പറയുന്നില്ല എന്നുള്ളത്. ദക്ഷിണാമൂർത്തി മന്ത്രമുണ്ട്, പിന്നെ ത്വരിതാദേവി മന്ത്രമുണ്ട്, പിന്നെ മാതങ്കി ദേവി മന്ത്രമുണ്ട്, വനദുർഗാദേവി മന്ത്രമുണ്ട്, പിന്നെ ബുധമന്ത്രമുണ്ട്, ആദിത്യ മന്ത്രമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നല്ല ഒരു ആചാര്യനിൽ നിന്ന് ഉപദേശം കൂടെ വാങ്ങി കുഞ്ഞുങ്ങളെ കൊണ്ട് പതിവായിട്ട് ജപിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പം കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് മന്ത്രങ്ങൾ ജപിക്കാം. ഇപ്പം ചില ആൾക്കാർ കാണാറുണ്ട്, കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നാമം ജപിക്കുകയും ക്ഷേത്രങ്ങളിൽ പോവുകയും ചെയ്യും. മുതിർന്നവരായിരിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വളർന്ന് ഇത് ഒരു 17-18 വയസ്സായി അല്ലെ 15 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് അമ്പലത്തിൽ പോകാൻ പ്രാർത്ഥിക്കാൻ ഒരു നാണക്കേട് പോലൊക്കെ ചേർക്ക് തോന്നും. അപ്പം അങ്ങനെ ഒരു ജാള്യതയോ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജനിച്ച കുട്ടിക്ക് തൊട്ട് പ്രായമായവർക്ക് വരെ ഭഗവാനെ വിളിക്കാം. ഭഗവാനെ വിളിക്കാനായിട്ട് പ്രായമോ കാലമോ ഒന്നും വിഷയമല്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ ഉള്ളോട്ട് പോകുന്ന ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, നമുക്ക് നന്മ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് ഈശ്വരാനുഗ്രഹം കൂടിയേ തരൂ. അപ്പം നമുക്ക് വിദ്യാർത്ഥികളായാൽ, വിദേശത്തെ പഠനത്തിന് ശ്രമിക്കുന്നവരായാൽ, വിദേശത്തെ പഠനത്തിനോടൊപ്പം ജോലിക്ക് ശ്രമിക്കുന്നവരായാൽ, ആർക്കായാലും ഞാൻ ഈ പറഞ്ഞ ദേവതാ സങ്കല്പങ്ങളുടെ യന്ത്രങ്ങൾ ധരിക്കുന്നത്, മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒക്കെ നന്നായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.